ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളൊന്നും വന്നിട്ടില്ല. ഇല്ല, ഏതിലും വന്നിട്ടില്ല. അപ്പം കാരണം നമ്മൾ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെയാണ് അത്. ആ ദേഷ്യമാണ് എനിക്ക് സങ്കടം. ദേഷ്യമല്ല, സങ്കടത്തിൽ ഞാൻ പറഞ്ഞു ഈ കല്യാണം നടക്കാൻ പാടില്ല. ഹി മസ്റ്റ് മീറ്റ് വിത്ത് എൻ ആക്സിഡൻറ്റ് ആൻഡ് ദിസ് മാരേജ് ഷുഡ് സ്റ്റോപ്പ്. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആരെയും അറിയാണ്ട് പോലും ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. ശബരിമല മറ്റേ സുപ്രീം കോടതിയിൽ ഓർഡർ വന്നപ്പോൾ അതെന്നെ വല്ലാണ്ട് ഹർട്ട് ചെയ്തു. അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു, കേരള ഈസ് ഇൻവൈറ്റിംഗ് എ വെരി ബിഗ് പ്രോബ്ലം ബൈ ടച്ചിങ് ശബരിമല ഇഷ്യൂ. എന്തെങ്കിലും സംഭവിക്കാൻ പോകുമ്പോൾ ഇതെന്തോ അവർ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ വരാൻ പോവുകയാണ്, അവർ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ എനിക്ക് പേടിയായി. ഇത് എന്തെങ്കിലും ശബരിമലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെ ഡയറക്റ്റായിട്ട് ബാധിക്കും. കാരണം ഞാൻ ഒരാൾ മാത്രമേ ഇങ്ങനെ പബ്ലിക് ഗ്രൂപ്പിലൊക്കെ പറയുന്നുള്ളൂ. അമേസിംഗ് റൈയുടെ ടീം എന്നുള്ളത് പാലക്കാടാണ്. പാലക്കാട് കൽപ്പാത്തിയിൽ. അവിടെ രാജേന്ദ്രൻ നടരാജൻ എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്നവരോടൊക്കെ അദ്ദേഹം പല രീതിയിലുള്ള പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് പലതും സംഭവിക്കുകയും ചെയ്തു. പക്ഷേ അന്നൊന്നും അതിൻ്റെ സീരിയസ് അറിയാതെ പലരും അത് തമാശയായിട്ട് കളഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം പോലും അത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലാണ് അദ്ദേഹം സീരിയസ് ആയി അത് ചിന്തിക്കാൻ തുടങ്ങിയത്. തൻ്റെ പ്രവചനങ്ങളെല്ലാം ഫലിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. സാർ നമസ്കാരം. നമസ്കാരം. അങ്ങ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അങ്ങയുടെ ജോലി എന്താണ്? കൽപ്പാത്തിയാണ് എൻ്റെ സ്വദേശം. പാലക്കാട് കൽപ്പാത്തിയാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ പാലക്കാട് കൽപ്പാത്തി തേരിന് വന്നതാണ് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന്. വി ആർ ആക്ച്വലി ഇൻ ചെന്നൈ. ഐ എം സെറ്റിൽഡ് ഇൻ ചെന്നൈ നൗ. ഞങ്ങൾ ഒരു IT ഇൻ്റഗ്രേഷൻ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ IT ഇൻ്റഗ്രേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ലാസ്റ്റ് 6 years. എനിക്ക് എൻ്റെ പ്രഡിക്ഷൻസൊക്കെ ഞാൻ പറഞ്ഞ 100% ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതൊക്കെ. അതൊക്കെ എല്ലാ പ്രഡിക്ഷനും ഓൾമോസ്റ്റ് എല്ലാ പ്രഡിക്ഷനും. ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളൊന്നും വന്നിട്ടില്ല. ഇല്ല, ഏതിലും വന്നിട്ടില്ല. കാരണം നമ്മൾ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെയാണ് അത്. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിൻ്റെ അപ്പുറത്തുള്ള ഒരു വീട് പുതിയതായിട്ട് ഒരാൾ വാങ്ങി. ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ അമ്മയോട് അവർ വഴക്കിട്ടു. പൊതുവേ വളരെ ശാന്ത സ്വഭാവിയാണ് എൻ്റെ അമ്മ. അതായത് എൻ്റെ അമ്മയും ഗ്രാൻഡ് മദർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കംപ്ലയിൻസ് മദേഴ്സാണ്. ഗ്രാൻഡ് മദർക്ക് നോ കംപ്ലയിൻറ്റ്സ്, എൻ്റെ അമ്മയ്ക്കും നോ കംപ്ലയിൻറ്റ്സ്. ആരെ പറ്റിയും ഒരു കംപ്ലയിൻറ്റും പറയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരോട് ലഹളക്കിട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. നമ്മൾക്ക് പിന്നെ ഈ വഴക്കൊന്നും അത്ര ഇഷ്ടമല്ല, അത് ചെയ്യാറുമില്ല. ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഉപയോഗിക്കാറില്ല. അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. അപ്പം ഞാൻ തിരിഞ്ഞു നിന്നിട്ട് വടക്കന്തര ഭഗവതി എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് പാലക്കാട്. അവിടെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു. ഇതിങ്ങനെ നമ്മുടെ അമ്മയോടൊക്കെ ഇങ്ങനെ സംസാരിക്കണമായിരുന്നു. വളരെ സങ്കടം തോന്നി. നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു 1 മാസം 2 മാസം ആയിട്ടുണ്ടാവും മാക്സിമം, അല്ലെങ്കിൽ 2-3 മാസം, കറക്റ്റ് സമയം ഓർമ്മയില്ല. ഇത് നടന്നിട്ട് 76-ലോ 77-ലോ ആണ്. അപ്പം അവർ ആ വീട് അപ്പോൾ വാങ്ങിയേ ഉള്ളൂ. 6 മാസത്തിൽ വീട് വിറ്റിട്ട് അവർ പോയി. ഓഹോ. അതാണ് ഷാർപ്പായിട്ടുള്ള എൻ്റെ ആദ്യത്തെ. എത്ര വയസ്സുണ്ടായിരുന്നു? BSc ഒരു കൗമാര പ്രായത്തിലാണ്. പക്ഷെ അന്നൊന്നും അതൊരു അല്ല, അത് കഴിഞ്ഞു, സന്തോഷമായി അവർ പോയി, അത്ര തന്നെ. സ്വാഭാവികം. സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ദേവി നമ്മൾ പറഞ്ഞു കേട്ടു, അത്രയേ ഉള്ളൂ. എനിക്ക് ശേഷം എന്താണ്? അതിനുശേഷം അത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും പറയണം, അത് നടന്നതാണല്ലോ, പറയണം. സത്യമാണെങ്കിൽ അത് പറയണം തീർച്ചയായിട്ടും. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, വളരെ അടുത്ത സുഹൃത്ത്, എപ്പോഴും അവൻ്റെ വീട്ടിൽ ഞാൻ പോണതാണ്, ഡെയിലി, ഓൾമോസ്റ്റ് ഡെയിലി. ഇയാളുടെ കല്യാണം ഫിക്സ് ചെയ്തു. എനിക്കറിയില്ല, അത് ഡെയിലി വിസിറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. ഇയാളുടെ കല്യാണം ഫിക്സ് ചെയ്ത് അറിയില്ല. ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞിട്ടാണ് അവർ എന്നോട് ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലായിപ്പോയി. കല്യാണം ഫിക്സ് ചെയ്യാൻ വെച്ച് പോകണു, നമ്മളൊക്കെ അങ്ങനെയുള്ളത്. ആ കല്യാണം നിശ്ചയിക്കാൻ പോകണു, പെണ്ണ് കണ്ടു, പെണ്ണ് ഇതാണ്, ഫോട്ടോ കാണിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ആ ദേഷ്യമാണ് എനിക്ക്. സങ്കടം, ദേഷ്യമല്ല, സങ്കടത്തിൽ ഞാൻ പറഞ്ഞു ഈ കല്യാണം നടക്കാൻ പാടില്ല. ഹി മസ്റ്റ് മീറ്റ് വിത്ത് എൻ ആക്സിഡൻറ്റ് ആൻഡ് ദിസ് മാരേജ് ഷുഡ് സ്റ്റോപ്പ്. ഇങ്ങനെ പറഞ്ഞു. ഇത്ര മനസ്സിൽ വിചാരിച്ചോ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല.
ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ വെഡ്ഡിങ് കാർഡ് കൊടുക്കാൻ പോയി ഒരു ബൈക്കിൽ. എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി ഞാനാണ് അവൻ്റെ ബാക്കിലിരിക്കുക. 90% ഞാനാണ് അവൻ്റെ ബൈക്കിൽ പോണ ആൾ. അവനും ഞാനാണ് ഒപ്പം ഇരിക്കുക. അത്രയും ക്ലോസ് ആണ്. ആക്സിഡൻ്റായി. ഒരു ലോറിയിൽ എന്തോ തട്ടി. ഇയാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാലിൽ. അവന് നീ ക്യാപ്പ് പോയി ബാക്കിലിരുന്ന ആൾക്ക്. അയ്യോ. അപ്പോൾ കൽപ്പാത്തിയിൽ മുഴുവൻ എല്ലാവരും പറഞ്ഞത് എൻ്റെ പേര് പറഞ്ഞിട്ട് രാജേന്ദ്രനാണ് ആക്സിഡൻ്റ് ആയി തോന്നുന്നു പറഞ്ഞു. കാരണം ഐ യൂസ് ടു ബി ബിഹൈൻഡ് ഹിം ഓൾവേസ്. ഞങ്ങൾ ഒന്നിച്ച് ട്രാവലിംഗ് നടക്കാം. അതൊരു വേസ്റ്റ് ഇൻസിഡൻ്റാണ് ആക്ച്വലി. ഞാൻ ആ സങ്കടത്തിൽ പറഞ്ഞു പോയതാണ്. പക്ഷേ അത് നടന്നു. കല്യാണവും നിന്നു. ഹി വാസ് ഇൻ ബെഡ് ഫോർ ആൾമോസ്റ്റ് 1 year. ദെൻ ഹി ഗോട്ട് മാരീഡ് ടു അനദർ ഗേൾ ആഫ്റ്റർ ദാറ്റ്. വേറൊരു കുട്ടി. ആ കുട്ടി വേറെ കല്യാണം കഴിച്ചു പോയി. മാരേജ് സ്റ്റോപ്ഡ്. ദിസ് ഹാപ്പൻഡ്. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആരെയും അറിയാണ്ട് പോലും ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. അതായത് അന്ന് അങ്ങക്ക് ഇതിലൊരു വിഷമം തോന്നിയില്ലേ? സങ്കടം തോന്നിയില്ലേ? ഞാൻ അവൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ അയാൾക്കറിയാവോ ഇത് അങ്ങയുടെ മനസ്സിൽ? അറിയില്ല. ഇപ്പോഴും അറിയാവോ? എപ്പോഴും അറിയില്ല. ഇതും വരെ നോക്കുമെന്ന് എനിക്കറിയില്ല. നോക്കിയാൽ അവർക്ക് അറിയാം. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഈ ഇൻ്റർവ്യൂവിന് ശേഷം അദ്ദേഹം അറിയില്ലേ? അറിയാം. പക്ഷെ അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയത് നടന്നില്ല. അതാണ് രണ്ടാമത് നടന്ന. അത് ഭയങ്കര ഇതും ഷാർപ്പായിരുന്നു. ഇത് വല്ലാണ്ട് ഷാർപ്പായി പോയി. കാരണം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അത് നടന്നു. അത് നടന്നതോടുകൂടി പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയുന്നത് നടക്കരുത് എന്നാണോ? അല്ല, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പാടില്ല. ഐ ഷുഡ് നോട്ട് തിങ്ക് ബാഡ് അബൌട്ട് അതേഴ്സ്. കേഴ്സ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പോൾ സാധാരണ വ്യക്തിപരമായ കുറച്ച് അനുഭവങ്ങൾ വന്നു. കുറേ ഉണ്ട്. എങ്ങനെയാണ് അത് നമുക്ക് വിടാം. നമുക്ക് ഇനി അടുത്ത് സാമൂഹ്യപരമായ രീതിയിൽ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. വലിയൊരു തങ്ങളെ ബാധിക്കുന്ന വലിയൊരു വിഷയം കേരളത്തിനോ ഈ ലോകത്തിനോ സംഭവിക്കുമെന്ന് തോന്നിയൊരു പ്രഡിക്ഷൻ എന്തായിരുന്നു? അത് തന്നെ 2018 സുപ്രീം കോടതി ഓർഡർ വന്നപ്പോൾ ഈ മഹിളകളെ കയറ്റാം, ശബരിമല ഇഷ്യൂ, സ്ത്രീകളെ കയറ്റാമെന്ന് ശബരിമല സുപ്രീം കോടതിയിൽ ഓർഡർ വന്നപ്പോൾ അതെന്നെ വല്ലാണ്ട് ഹർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ്, കേരള ഈസ് ഇൻവൈറ്റിംഗ് എ വെരി ബിഗ് പ്രോബ്ലം ബൈ ടച്ചിങ് ശബരിമല ഇഷ്യൂ. കേരളം ഒരു വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന് ഞാൻ പറഞ്ഞു, കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സർക്കിളിലുള്ള ആൾ. അതിപ്പോൾ സാധാരണ ആൾക്കാർ പറയുമല്ലോ, എന്തെങ്കിലും സംഭവിക്കാൻ പോകുമ്പോൾ ഇതെന്തോ അവർ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ വരാൻ പോവുകയാണ്, അവർ വിളിച്ചു വരുത്തിയതാണ്, അയ്യപ്പനെ തൊട്ടു. അതൊക്കെ പൊതുവെ സാധാരണമായിട്ട് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞ വേർഡ്സ് വ്യത്യാസമുണ്ട്. എൻ്റെ വാക്കുകളാണ് അതിൻ്റെ പെർഫെക്റ്റ്നെസ് എന്ന് പറയണത്. എല്ലാവരും പറയണ പോലെ അവർക്ക് കിട്ടും, ഇവർക്ക് കിട്ടും, ഇങ്ങനെ സംഭവിക്കാം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കേരളം ക്ഷണിച്ചു വരുത്തുകയാണെന്ന് പറഞ്ഞു. ഇൻവൈറ്റിങ് എ വെരി ബിഗ് പ്രോബ്ലം എന്നാണ് ഞാൻ പറഞ്ഞു. 2018 സംഭവിച്ചത് ക്ഷണിച്ചു വരുത്തിയതുപോലുള്ളതാണ്. വെള്ളം തുറന്നു വിട്ടതാണെങ്കിൽ, കാലാകാലത്തിന് അത് വെള്ളം തുറന്നു വിട്ടതാണെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാവില്ല. വൈകിച്ചു, പെട്ടെന്ന് മിഡ് നൈറ്റിലാണ് അവർ തുറന്നു വിട്ടത്. അതും ഒരു ഇൻഫർമേഷൻ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മിഡ് നൈറ്റിൽ 2 മണിക്കാണ് മലമ്പുഴ തുറന്നു വിട്ടത്. 100 സെൻറ്റിമീറ്ററോ എന്തോ ആണ് തുറന്നു വിട്ടത്. അതിൽ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലൊക്കെ വെള്ളം കയറി, ഒരുപാട് പേര് മരണപ്പെട്ടു. അതായത് ആ സൈഡൊക്കെ പാലക്കാട് അത്രയും ഉണ്ടായിരുന്നില്ല. എൻ്റെ സിസ്റ്ററുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം. അപ്പോൾ ഈ സംഭവിച്ചത് ഇറ്റ് വാസ് ആസ് ഗുഡ് ആസ് എൻ ഇൻവിറ്റേഷൻ. അല്ലാണ്ട് അതൊരു പ്രകൃതി മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ല. അല്ല, ഇവർ സർക്കാർ തന്നെ വരുത്തി വെച്ച്, ഗവൺമെൻറ് ഒഫീഷ്യൽസോ ഗവൺമെൻറ്റോ, അത് ആരാണെന്ന് നമുക്കറിയില്ല. അത് തുറന്നു വിടാൻ നിറയെ പേര് പ്രഷർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സംഭവിച്ചില്ല. അവസാന നിമിഷത്തിലാണ് അവർ തുറന്നു വിട്ടത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, എനിക്ക് ആരോടാ പറഞ്ഞത്? എൻ്റെ ഗ്രൂപ്പിലിടാൻ പോയതാണ് ഞാൻ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിടാൻ പോയപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നി. കാരണം എൻ്റെ പ്രഡിക്ഷനിൽ ഇന്നതാണ് സംഭവിക്കുന്നില്ല പറഞ്ഞിട്ടില്ല. പക്ഷേ ബിഗ് പ്രോബ്ലം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്ഷണിച്ചു വരുത്താൻ പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ എനിക്ക് പേടിയായി. ഇത് എന്തെങ്കിലും ശബരിമലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്നെ ഡയറക്റ്റായിട്ട് ബാധിക്കും. കാരണം ഞാൻ ഒരാൾ മാത്രമേ ഇങ്ങനെ പബ്ലിക് ഗ്രൂപ്പിലൊക്കെ പറയുന്നുള്ളൂ. അപ്പം എൻ്റെ മോനൊരു എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ എഴുതാൻ പോണ ഒരു ബുക്കുണ്ട്. അതിൻ്റെ പേര് ഇൻസ്പിരേഷൻ SON. മകൻ എന്താ പറഞ്ഞു? മകൻ വേണ്ട, ഗ്രൂപ്പിലൊന്നും ഇടണ്ട. ഈ വാസ് ജസ്റ്റ് 15. അപ്പോൾ വേണ്ട, ഞങ്ങൾ തമിഴാണ്, അപ്പോൾ ഗ്രൂപ്പിലൊന്നും പോടണ്ട, വേണ്ട, അത് റിസ്ക്, നിങ്ങൾ തന്നെ പറയണ റിസ്ക്കാണെന്ന്, വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആലോചിച്ചു അത് വേണ്ട, നമുക്ക് പേരിന് വേണ്ടിയിട്ടല്ലല്ലോ പറഞ്ഞത്, നമ്മുടെ ആ ഒരു മനസ്സിൽ തോന്നിയത് പറഞ്ഞതാണ്. അല്ലാണ്ട് നമുക്ക് പേരോ അല്ല എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പാരിതോഷികം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ലോ.